പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഭീകരവാദികളെ മണ്ണിനടിയിലാക്കുമെന്ന പ്രഖ്യാപനമാണ് സൈന്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ യാഥാർത്ഥ്യമാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുംബൈ ഭീകരാക്രമണത്തിന് പോലും മറുപടി നൽകാതിരുന്ന കോൺഗ്രസ് ഇന്നും പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുകയാണെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകണമെന്നത് രാജ്യത്തിന്റെ ഉറച്ച തീരുമാനമായിരുന്നുവെന്ന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ലോക്സഭയിൽ മറുപടി പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭീകരവാദികളെ മണ്ണിനടിയിലാക്കുമെന്ന പ്രഖ്യാപനം സൈന്യം പാകിസ്ഥാന്റെ മണ്ണിൽ കയറി അവർ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി നൽകിക്കൊണ്ട് യാഥാർത്ഥ്യമാക്കി. സൈന്യം തകർത്ത പാകിസ്ഥാന്റെ വ്യോമകേന്ദ്രങ്ങൾ ഇപ്പോഴും ICUവിലാണ്. പാകിസ്ഥാന്റെ ആണവ ഭീഷണി വിലപ്പോവില്ലെന്ന് ഭാരതം തെളിയിച്ചു. ആത്മനിർഭർ ഭാരതിന്റെ ശക്തിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം കണ്ടതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमारे सेनाओं ने आतंकी अड्डों को तबाह कर दिया. तीसरा पक्ष पाकिस्तान की न्यूक्लियर धमकी को हमने झूठा साबित कर दिया. भारत ने सिद्ध कर दिया कि न्यूक्लियर ब्लैकमेलिंग अब नहीं चलेगा और न ही ये न्यूक्लियर ब्लैकमेलिंग के सामने भारत झुकेगा. നേരത്തെ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടത്തിയവർ പാകിസ്ഥാനിൽ സുരക്ഷിതരായിരുന്നു. എന്നാൽ പുതിയ ഭാരതം ഭീകരർക്ക് വീട്ടിൽ കയറി മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നെഹ്റുവിന്റെ തെറ്റായ തീരുമാനങ്ങൾ ഭാരതത്തിന്റെ ഭൂമി നഷ്ടപ്പെടാനും സിന്ധു നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകാനും കാരണമായി. ഇന്നും രാജ്യത്തിന്റെ സൈന്യത്തെക്കാളും വിദേശ മന്ത്രാലയത്തെക്കാളും കോൺഗ്രസിന് വിശ്വാസം പാകിസ്ഥാനെയാണ്. പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്ന കോൺഗ്രസിനെ രാജ്യം മുഴുവൻ നോക്കി ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ അപേക്ഷിച്ചത് പ്രകാരമാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയതെന്നും ലോകത്തിലെ ഒരു നേതാവിനും ഭാരതത്തിന്റെ സൈനിക നടപടി നിർത്തിവെക്കാൻ ആവശ്യപ്പെടാനാകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ജനം, ഡൽഹി.